തൗഹീദിന് വേണ്ടി രാപ്പകലില്ലാതെ പ്രസംഗിച്ചും സംവാദം നടത്തി നടക്കുന്ന ആളുകള് ശിർക്ക് ചെയ്യുന്നവരും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നവരുമാണെന്നൊക്കെ നാട്ടിൽ പ്രസംഗിക്കില്ല. മൈക്ക വെച്ച് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് വലിയ വലിയ ഉസ്താദുമാരും പണ്ഡിതന്മാരും വന്ന് പ്രസംഗിക്കുന്നിടത്തേക്ക് എത്തിയില്ല കാര്യം. അതെന്തോ ആവട്ടെ, അത് പറയുന്നവര് പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം അവിടെ എല്ലാ വിചാരണയും കഴിഞ്ഞിട്ടല്ലേ പടച്ചോൻ തീരുമാനിക്കുക. അപ്പോ എല്ലാ സത്യവും അല്ലാഹു യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ വല്ലാഹു യഫ്സിലു ബൈനഹും, അല്ലാഹു അവർക്കിടയിൽ തീരുമാനമെടുക്കും. ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലുള്ള കാര്യം. അത്രേ ഉള്ളൂ. എന്ത് അബദ്ധങ്ങളൊക്കെയാണ് സുഹൃത്തുക്കളെ തൗഹീദിന്റെ പേരിൽ പറഞ്ഞത്. ഏറ്റവും വലിയ അബദ്ധം താരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ വിളിച്ചു നമ്മളെ മുന്നിൽ. അപ്പൊ നമ്മളോട് പറഞ്ഞു, എടാ വിളിക്കാൻ പറ്റില്ലടാ, ശിർക്കാടാ. എന്താ എങ്ങനെ ശിർക്കാണ്? ഒരു ഓട്ടോറിക്ഷക്കാരനോട് ഓട്ടോറിക്ഷ വാർന്ന ശിർക്കാവും, തെങ്ങുമ്പോ കയറാൻ തേങ്ങടാൻ ആളെ വിളിച്ച ശിർക്കാവും. അതേമാതിരി തന്നെയല്ലേ ഇപ്പോ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ബദരീങ്ങളെ എന്ന് വിളിച്ചത്. അങ്ങനെയല്ല. ഈ ബദരീങ്ങൾ പറഞ്ഞാൽ ബദർ പങ്കെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബ് ഈ ആൾക്കാരാണ്. ഓലപ്പിച്ച് വിളിച്ചാൽ എങ്ങനെ കേൾക്കൂലല്ലോ. കേൾക്കണമെങ്കിൽ എന്തു വേണം? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള കഴിവ്, അഭൗതികമായ കഴിവ്, അദൃശ്യമായ കഴിവ്. അത് ഓൽക്കുണ്ടോ? ഒരു കേൾക്കണമെങ്കിൽ കാണണമെങ്കിൽ ഒരു കാണാൻ കഴിയൂല. ഓർക്ക് അഥവാ കേൾക്കാനും കാണാനും കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആ കഴിവ് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. അല്ലെ? ഈ റമദാനിക്ക് എത്ര ആൾക്കാര് ഏതൊക്കെ ഭാഷയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അതൊക്കെ അള്ളാഹ് കേട്ടില്ല. അതെത്ര ദൂരെയാണെങ്കിലും കേൾക്കൂല. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും കേൾക്കൂല. അങ്ങനെ കേൾക്കുന്ന പറഞ്ഞ ബദരീങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശിർക്കുള്ള വിശ്വാസക്കാർ ബദരീങ്ങളെ വിളിക്കണം. അപ്പോലെ വിളിച്ചാൽ ഒരേത് ഭാഷയും തിരിയും, എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്നാ വിശ്വസിക്കും. ഈ അഭൗതികമായ കഴിവ്, അദൃശ്യമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ളൂ, വേറാർക്കും. എന്നാൽ ഇന്ന് നമ്മൾ ആൾക്കാർ വാദിക്കാൻ തുടങ്ങി ജിന്നിന്റെയും മലക്കിന്റെയും കഴിവ് അഭൗതിക കഴിവാണ്, അദൃശ്യ കഴിവാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവാണ്. അതാർക്കില്ല. നമ്മൾ ഇന്നേ വരെ തൗഹീദായി പറഞ്ഞതും എല്ലാ ഖുറാഫികളോടും നമ്മൾ പറഞ്ഞത് അഭൗതികമായ കഴിവ്, അദൃശ്യമായ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് അല്ലാഹുവിന് മാത്രം എന്നാ പറഞ്ഞു. ഇപ്പൊ പുതിയ വാദം. അപ്പൊ അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിനാ? ജിന്നിനെ വിളിക്കാനാണ്. അങ്ങനെയാണ് ജിന്നിനെ വിളിക്കലുണ്ടായത്. ആൾക്കാർക്ക് ഇതിന്റെ ചരിത്രമൊന്നും അറിയില്ല. അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് അഭൗതിക കഴിവ്, അദൃശ്യ കഴിവ്. ഈ കഴിവ് അള്ളാഹ്ക്ക് മാത്രമുള്ളൂ എന്ന് ഇതുവരെ മുജാഹിദീങ്ങൾ പറഞ്ഞു വന്നിട്ട് നമ്മളെ മുശ്രിക്കാക്കാൻ അടുത്ത കാലത്ത് പറഞ്ഞു ജിന്നിന്റെ കഴിവും അദൃശ്യ കഴിവാണ്, ജിന്നിന്റെ കഴിവും അഭൗതിക കഴിവാണ്, ജിന്നിന്റെ കഴിവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചു. അത് തെറ്റാണ്, അത് തെറ്റാണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരു മലക്ക് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ജിന്ന് കേൾക്കുന്നുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാവും. ഞാനിപ്പോ ഇങ്ങനെ പ്രസംഗിക്കും, അത് ഏതെങ്കിലും ജിന്ന് കേൾക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ മലക്ക് കേൾക്കുന്നുണ്ടാകാന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. എന്നാ ബദരീങ്ങൾ കേൾക്കുന്നുണ്ടാവും വിശ്വസിച്ചാലോ ശിർക്കായി, മുഹീദ്ദീൻ ശൈഖ് കേൾക്കുന്നുണ്ടാവും വിശ്വസിച്ചാലോ ശിർക്കായി. എന്തുകൊണ്ടാ? അവർക്ക് കേൾക്കണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് വേണം. എത്ര സിമ്പിൾ ആണത്. ഈ